friends, welcome back to my YouTube channel. I'm so happy today because ഇപ്പോൾ ഞാൻ സ്കൈ ഡൈവ് ചെയ്യാൻ പോവാണ്. ഇത് ഞങ്ങളുടെ പിക്കപ്പ് പോയിൻ്റ് ആണ്. അപ്പം അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതൊരു സർപ്രൈസ് ആയിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ. അതുകൊണ്ട് തന്നെ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. വെഡിങ് ആനിവേഴ്സറി സർപ്രൈസ് ആയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞത് സ്കൈ ഡൈവ് ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു സ്കൈ ഡൈവ് ചെയ്യണമെന്ന്. നീ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? സ്കൈ ഡൈവ് ചെയ്യാമെന്നാണ് ഇവിടെ. ഇത്ര ക്യൂട്ടായാണ് ഞാനത് അറിഞ്ഞത്. ഇതാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ വന്ന ആൾ. ഞങ്ങൾ മാത്രമല്ല ആ വണ്ടിയിലുണ്ടായിരുന്നത്. ഏകദേശം ഞങ്ങളെയും കൂടെ കൂട്ടി 3 കപ്പിൾസും പിന്നെ ഒരാൾ തനിച്ചായിരുന്നു വന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ആദ്യം കുറച്ച് സൈൻ ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് എന്ത് പറ്റിയാലും അവർക്കൊരു ഉത്തരവാദിത്വമില്ലെന്നൊക്കെ ഉള്ളതിനൊരു ഉറപ്പ്. അങ്ങനെ എല്ലാം ഒപ്പിട്ടൊക്കെ കൊടുത്ത ശേഷം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ആ വെയിറ്റിംഗ് റൂമിലാണെങ്കിൽ ഇതേ തരത്തിലുള്ള വീഡിയോസ് ആയിരുന്നു. ധൈര്യം തരാനാണോ അതോ ഉള്ള ധൈര്യം കളയാനാണോ എന്നറിയില്ല. കാണുന്ന ഓവർ എക്സൈറ്റഡ് എന്താണെന്നറിയോ? ബിക്കോസ് 2 years മുമ്പ് ഇതേ അവസ്ഥയിൽ ഞാൻ നിന്നതാണ്. അതും എൻ്റെ ബർത്ത്ഡേക്ക് അരുൺ തന്ന സർപ്രൈസ് ആയിരുന്നു അത്. ബട്ട് അവിടെ ചെന്നപ്പോൾ എന്തോ ഇൻസ്പെക്ഷനോ മറ്റോ വന്നത് കാരണം അവരത് മാറ്റി വെച്ചു. ഇത് എപ്പോൾ വേണേലും ക്യാൻസലാക്കാവുന്ന സംഭവമാണ്. സോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് പോർച്ചുഗലിലെ അൽഗാർവേയിലായിരുന്നു. അതിനുശേഷം യോഗയില എന്നൊക്കെ പറയാതെ എങ്ങനെയാണ്? ഇവിടെ ഫസ്റ്റ് അരുൺ ബുക്ക് ചെയ്ത് വന്നത് വേറൊരു സ്കൈ ഡൈവിങ് ടീമിൽ ആയിരുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ടാണ് പോയത്. പോയ വഴിക്കാണ് നിങ്ങൾ മുമ്പേ കണ്ട ആ വീഡിയോ അരുൺ അത് പറഞ്ഞത്. ശേഷം ക്ലൈമറ്റ് മോശമാണെന്നും പറഞ്ഞ് അവരത് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഇതിപ്പോൾ 3ാമത്തെയാണ്. വരുന്നത് വരെ എനിക്ക് ഉറപ്പില്ലായിരുന്നു നടക്കുമെന്ന്. 1 കഴിച്ചാൽ 3 എന്നാണല്ലോ. ബട്ട് വന്നു കഴിഞ്ഞ് ഈ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ഉറപ്പായി. അപ്പം ഞാൻ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഈ വരുന്നവരൊക്കെ ഞങ്ങൾക്ക് മുമ്പേ ചാടിയവരാണ് കേട്ടോ. അതായത് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങൾക്ക് മുമ്പേ ചാടിയവർ. ഞങ്ങൾ 3 പേരുമായിരുന്നു നെക്സ്റ്റ് റൗണ്ട് ചാടാനുണ്ടായിരുന്നത്. ഈ പുള്ളിയാണെങ്കിൽ ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കാൻ വന്നതാണ് കേട്ടോ ഇവിടെ പ്രാഗിൽ. വൈഫിന് സ്കൈ ഡൈവ് ചെയ്യാൻ പേടിയായതുകൊണ്ട് വൈഫ് ഹോട്ടലിൽ ഇരിക്കുകയാണെന്ന്. സോ ആള് തനിച്ചാണ് ചാടാനെത്തിയത്. എൻ്റെ ഹസ്ബൻഡിന് ഹൈറ്റ് പേടിയാണ്, നേരെ തിരിച്ച്. എന്നിട്ടും എൻ്റെ കൂടെ ചാടാൻ ആളുണ്ടായിരുന്നു. ചാടിക്കഴിഞ്ഞ് ബട്ട് ആൾ നേരെ തിരിഞ്ഞു. ഇതിൻ്റെ ട്രെയിനിങ്ങിൽ പോയി തന്നെ ചാടിയാലോ എന്ന് വരെയായി. ഞാൻ ഓർത്തു ഇത് എന്ത് സംഭവിച്ചു എന്ന്. ബട്ട് അരുൺ എന്നെ കാണിച്ചു തന്നു. ഗൂഗിളിൽ പറയുന്നത് സ്കൈ ഡൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഹൈറ്റ് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ്. എൻ്റെ തലയുടെ ഏത് ഭാഗമാണ് പ്രവർത്തിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്ക് നന്നായിട്ട് ഹൈറ്റ് മനസ്സിലായിരുന്നു ചാടിയപ്പോൾ. ചാടി എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ അങ്ങോട്ട് പോയ ആളെ ആയിരുന്നില്ല തിരിച്ചു വന്നപ്പോൾ. 1 minute ഫ്രീ ഫാൾ. എൻ്റെ പൊന്നോ, ദിസ് ഹൊറിബിൾ. എന്താ പറയുക, നേരെ താഴേക്ക്. ഞാൻ ആ ടൈമിൽ ഈ സൂയിസൈഡ് ചെയ്യുന്നവരെ പറ്റിയൊക്കെ ഓർത്തുപോയി. പിന്നെ ചാടുമ്പോൾ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് നല്ല സ്മൈലി ഫേസ് കിട്ടുമെന്നൊക്കെ ആരും പ്രതീക്ഷിക്കേണ്ട. നല്ല കാറ്റും തണുപ്പുമായിട്ട് മുകളിൽ വികൃതമല്ലാത്തൊരു മുഖം കിട്ടിയാൽ തന്നെ ലക്ക്. ഞാനായിരുന്നു ഫസ്റ്റ് ചാടാനായിട്ട് അവരായിട്ട് തിരഞ്ഞെടുത്ത ആൾ. സോ എന്നോട് ലാസ്റ്റ് കയറിയാൽ മതിയെന്ന് പുള്ളി പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫോട്ടോയും വീഡിയോയും വേണമെങ്കിൽ മാത്രമേ ഇത്ര പൈസ ആവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇതിൻ്റെ പകുതി പൈസയേ ഉള്ളൂ. ബിക്കോസ് നമ്മുടെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ നമ്മുടെ കൂടെ വേറൊരാളും കൂടി ചാടുന്നുണ്ടല്ലോ, അതാണ് ഇരട്ടി പൈസ. പിന്നെ ചാടിയിട്ട് ഫോട്ടോയും വീഡിയോ എടുത്തില്ലേ പിന്നെ എങ്ങനെയല്ലേ? ഇതിനൊക്കെയല്ലേ ഒരു മെമ്മറി. ബട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് മാത്രമാണെന്ന് കരുതുന്നവർക്ക് ഇക്കാര്യത്തിൽ ലാഭമാണ് കേട്ടോ. 15,000 ഫീറ്റിൻ്റെ മുകളിൽ നിന്നാണ് ഞങ്ങൾ ചാടുന്നത്. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഫ്രീ ഫാളിൻ്റെ ടൈമും കൂടിക്കൊണ്ടിരിക്കും. അതായത് 15,000 ഫീറ്റിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നവർക്ക് 1 minute ഫ്രീ ഫാളായിരിക്കും. അതിലും കുറവുള്ളവർക്കൊക്കെ ആണെങ്കിൽ 10 സെക്കൻഡ് കൊണ്ടൊക്കെ അവർ പാരഷൂട്ട് ഓണാക്കും. പാരച്യൂട്ട് റൈഡ് ഒന്നുമില്ല, അതിൽ നമുക്ക് പേടിയും തോന്നില്ല. അപ്പോൾ ഫ്രീ ഫാൾ ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഏറ്റവും ഹൈറ്റ് കൂടിയതിൽ നിന്ന് ചാടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ അഡ്രിനാലിൻ റഷ് ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം ഞാൻ ചാടാൻ പോവുകയാണ് ഗൈസ്.
സ്മൂത്ത് ആയിരുന്നു കേട്ടോ. നമ്മൾ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ അതേപടി ഒക്കെ കേട്ട് ചെയ്താൽ വലിയ കുഴപ്പമില്ലാതെ തിരിച്ചെത്താം. പിന്നെ ഞാനിതിൽ പറയുന്നതൊക്കെ മ്യൂട്ടാക്കിയത് അവരിതിൻ്റെ കൂടെ സോങ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ കോപ്പിറൈറ്റ് വെറുതെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് മ്യൂട്ടാക്കിയത്. നീണ്ട ഒരു പ്രസംഗം തന്നെ ഞാൻ അത് കഴിഞ്ഞ് നടത്തിയിട്ടുണ്ട്. ബട്ട് ഫസ്റ്റ് ഞാൻ ചാടിയത് അന്വേഷിച്ചത് അരുണിനെയാണ്. ബിക്കോസ് ആൾ നല്ല പേടിച്ചാണ് ചാടാൻ പോയത്. ബട്ട് വെറുതെ പേടിച്ചു. അരുണിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ ഈ സ്കൈ ഡൈവിങ്ങിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? പേടിയുള്ളവരുടെ പേടി അപ്പാടെ പോകും. അതിനുശേഷം ഒരു സർട്ടിഫിക്കറ്റും ഒരു ടീഷർട്ടും അവർ തന്നിരുന്നു കേട്ടോ. അപ്പോൾ പേടിയുള്ളവർ പെട്ടെന്ന് തന്നെ പോയി ചാടിക്കോട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.